വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലാ കായികം സാഹിത്യം എന്നീ ഭാഗങ്ങളിൽ നിന്നും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ട്ടോ. ഇതുവരെ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ ഏറ്റവും പുതിയതായി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തതേതാണ്? താഴെ പറയുന്നതിൽ ഏറ്റവും പുതിയതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭാഷയാണ്? ഏതൊക്കെ ഭാഷകളാണ് പുതിയതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തിയത് നമുക്ക് അറിയണം അല്ലെ? ഏതൊക്കെയാണ്? മറാത്തി, ആസാമീസ്, ബംഗാളി. അപ്പൊ 2024 ഒക്ടോബർ 3-നാണ് ഈ സർക്കാർ 5 പുതിയ ക്ലാസിക്കൽ ഭാഷകൾ കൊണ്ടുവന്നത് അല്ലെ. പുതിയ ക്ലാസിക്കൽ ഭാഷകൾക്ക് അംഗീകാരം നൽകിയത് 2024 ഒക്ടോബർ 3-നായിരുന്നു. ഏതായിരുന്നു? 2024 ഒക്ടോബർ 3-നാണ് പുതിയ ലാംഗ്വേജസിന് നൽകുന്ന ക്ലാസിക്കൽ പദവിയിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? മറാത്തി നമ്മൾ പറഞ്ഞു അല്ലെ. മറാത്തി, ആസാമീസ്, ബംഗാളി. മറാത്തി, ആസാമീസ്, ബംഗാളി. പിന്നെ എന്തൊക്കെയാണുള്ളത്? പാലി, പ്രാകൃത് കേട്ടോ. പാലി, അതുപോലെ തന്നെ പ്രാകൃത് എന്ന് പറയുന്ന ഭാഷയും ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തിയതാണ്. അപ്പൊ 2024 ഒക്ടോബർ 3 കൂടിയിട്ടാണ് ഈ 5 ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത. ചോദിക്കാതെ 2024 തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. 2025 നടന്ന എക്സാമുകളിലും ഈ ക്ലാസിക്കൽ പദവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചു വെക്കാം. 2024 ഒക്ടോബർ 3-നാണ് ഈ പാലി, പ്രാകൃത്, അതുപോലെ തന്നെ മറാത്തി, ആസാമീസ്, ബംഗാളി എന്നീ 5 ഭാഷകൾ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ആദ്യം ഏതൊക്കെ ഭാഷകളാണ് ഉണ്ടായിരുന്നത്? ആദ്യം ഏതൊക്കെ ഭാഷകളാണ്? ഇപ്പൊ ടോട്ടലായിട്ട് 11 ഭാഷകളാണുള്ളത്. 11 ഭാഷകളാണുള്ളത്. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 6 ഉണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഭാഷകൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? തമിഴ്, സംസ്കൃതം. തമിഴ്, അതുപോലെ തന്നെ സംസ്കൃതം. പിന്നെ ഏതൊക്കെയായിരുന്നു? തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ. തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം ക്ലാസിക്കൽ പദവിയിൽ ഉണ്ടായിരുന്ന 6 ഭാഷകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയായിരുന്നു. എന്നാൽ 2024 ഒക്ടോബർ 3 കൂടി ക്ലാസിക്കൽ പദവിയിലേക്ക് പുതിയ ഭാഷകൾ ഉയർത്തി വന്നതാണ് അല്ലെ. അതൊക്കെയാണ് മറാത്തി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകളിൽ അല്ലാതെ അല്ലെ. ഭോജ്പൂരി എന്ന് പറയുന്ന ഭാഷ നമുക്ക് ഇല്ല. ഭോജ്പൂരി എന്ന് പറയുന്ന ഭാഷ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടിലെ EMS നമ്പൂതിരിപ്പാടിനെയാണ് 1.25 കോടി മലയാളികൾ, അതുപോലെ തന്നെ കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ അല്ലെ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന് ഏത് നോവലിനായിരുന്നു ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ഏത് നോവലിനായിരുന്നു? ഗോപാൽ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. എന്ന് പറയുന്ന നോവൽ എന്താണ്? ഏതാണ് നോവൽ ചോദിക്കാട്ടോ. ഗോപയാണ്. മലയാള കവിയായ G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഈ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 1968 മുതലാണ് ഈ ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങുന്നത്. 1968-ലാണ്. 1968-ലാണ്. ഇനി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഓടക്കുഴൽ അവാർഡ്സ് നമുക്ക് നോക്കാം. 2021 മുതൽ തൊട്ട് നോക്കാം. ആ ഒരു ഭാഗത്ത് അവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. അപ്പൊ 2021 ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിന് 2021 ലഭിച്ചത്. 2021 ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്.
2021 സാറ ജോസഫിന് ബുധിനി എന്ന് പറയുന്നതിനാണ് ലഭിച്ചത്. ബുധിനി എന്നൊരു നോവലാണ് 2021 സാറ ജോസഫിനാണ് ലഭിച്ചത്. ബുധിനിക്കാണ്. 2022 അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടിന് പ്രാണവായുവിനാണ് ലഭിച്ചത്. 2022 അംബികാസുധനെയാണ് ലഭിച്ചത് പ്രാണവായു. പ്രാണവായു എന്ന് പറയുന്നതാണ് ലഭിച്ചത്. 2023 PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഏതിനാണ്? കവിത മാംസഭോജിയാണെന്ന് പറയുന്ന കവിത മാംസഭോജി എന്ന് പറയുന്ന കവിക്കാണ്. അപ്പൊ 2021 സാറ ജോസഫ് ബുധിനി, 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു, 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. 2024 ആരാന്ന് നമ്മൾ പറഞ്ഞു? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷന് എന്നാണ് ലഭിച്ചിട്ടുള്ളത്? ഗോപയ്ക്ക് എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ. സാറ ജോസഫിന് ഏതാണ്? 2021 നമ്മൾ പറഞ്ഞു. ഇനി PN എല്ലാവരും ഓപ്ഷൻ നൽകിയിരുന്നു അല്ലെ. PN ഗോപികൃഷ്ണൻ പറഞ്ഞു 2023 പറഞ്ഞു. 2023 പറഞ്ഞു. ഇനി അംബികാസുധൻ മങ്ങാണ് 2022 പറഞ്ഞു അല്ലെ. അപ്പൊ 2022, 21, 22, 23, 24 ചോദിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചു വെക്കാം. ഓരോന്നിനും ഏതിനാണ് ലഭിച്ചതെന്ന് കൂടി പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഹോക്കിയില് വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ആരാണ് നേടിയിട്ടുള്ളത്? PR ശ്രീജേഷ് ആയിരുന്നു അല്ലെ. PR ശ്രീജേഷ് ആയിരുന്നു. അപ്പൊ ഈ 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ലോഗൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മുദ്രാവാക്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു കേട്ടോ. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. ഓക്കെ. 2024 പാരീസ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു അല്ലെ. ഫ്രാൻസ് ആയിരുന്നു 2024 പാരീസ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് കേട്ടോ. ഫ്രാൻസ് ആണ് ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ആണ്. 2024 പാരീസിന്റെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സ്വർണ്ണ മെഡൽ ജ്വാല. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ വ്യക്തിത്വമായ മരിയാനൊക്കെ ആയിരുന്നു. ഓക്കെ. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാണ്? ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? ഷൂട്ടിംഗ് മെഡലിൽ ഫസ്റ്റ് ഇന്ത്യൻ വനിതയ്ക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നേടിയത് ആരാണ്? മനു ഭാക്കർ. മനു ഭാക്കർ കേട്ടോ. പഠിച്ചു വെക്കാം. മനു ഭാക്കറിനെ കുറിച്ച് ചോദിക്കാം. മനു ഭാക്കറും PR ശ്രീജേഷിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കേണ്ട. അപ്പൊ മനു ഭാക്കറിനെ കുറിച്ച് പഠിച്ചു വെക്കാം. മനു ഭാക്കർ 2024 പാരീസിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. മനു ഭാക്കർ ഒളിമ്പിക് ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് കാരണം മനു ഭാക്കർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. മനു ഭാക്കറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? മനു ഭാക്കർ ആണ്. 10 മീറ്റർ എയർ പിസ്റ്റലാണ്. 10 മീറ്റർ എയർ പിസ്റ്റലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യക്ക് ഒളിമ്പിക്സ് മെഡലിൽ ആദ്യമായിട്ട് സ്വർണം നേടിക്കൊടുത്ത ആരാണ്? ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സ് സ്വർണം നേടിക്കൊടുത്തത് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് അല്ലെ. അഭിനവ് ബിന്ദ്രയാണ് മികച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പുരുഷന്മാരുടെ എയർ റൈഫിൾ ഇനത്തിൽ കേട്ടോ. എയർ റൈഫിൾ ഇനത്തിൽ വിജയത്തിന് ശേഷമാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് വ്യക്തിഗത സ്വർണ്ണ മെഡൽ ജേതാവായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനായിട്ട് മാറിയത്. അപ്പൊ അഭിനവ് ബിന്ദ്ര പഠിച്ചു വെക്കാം കേട്ടോ. ഈ കുറച്ച് പേരുകൾ മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ട് പോവാ. ഇനിയുണ്ട് പഠിക്കാനായിട്ട്, എന്നാൽ ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അഭിനവ് ബിന്ദ്രയാണ് ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സ് സ്വർണം നേടിക്കൊടുത്ത ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി 2024 പാരീസിന്റെ തലവൻ ആരാണ്? 2024 പാരീസിന്റെ തലവൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സമിതിയുടെ പ്രസിഡന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോണി ആയിരുന്നു കേട്ടോ. ടോണി ആയിരുന്നു. അതുപോലെ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒളിമ്പിക്സ് 2021 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 2021 ടോക്കിയോ ജപ്പാനിലാണ്. 2021 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ടോക്കിയോ ജപ്പാനിലാണ്. 2028 എവിടെയാണ് നടക്കാൻ പോകുന്നത്? 2028 ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മികച്ച നടനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആരാണ് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പൃഥ്വിരാജാണ് അല്ലെ. പൃഥ്വിരാജാണ് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയായിട്ട് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് ചോദിക്കുകയാണ്. ഏതാണ്? ആടുജീവിതത്തിലാണ്. അപ്പൊ പൃഥ്വിരാജിനാണ് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. പൃഥ്വിരാജാണ് 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അല്ലെ. ഇനി നടികൾ ആരൊക്കെയാണ്? ഊർവശിയും അതുപോലെ തന്നെ പിന്നെ ആരാണ്? ഊർവശിക്ക് ലഭിച്ചത് ഏതിനായിരുന്നു? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. ഊർവശിക്ക് ലഭിച്ചത് ഏതിലായിരുന്നു? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. പിന്നെ ബീന എം ചന്ദ്രൻ അല്ലെ. ബീനയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബീനയ്ക്കും മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതിനായിരുന്നു? തടവ് അല്ലെ. തടവ് എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു. ഊർവശിയെ ഉള്ളൊഴുക്കിന് അതുപോലെ തന്നെ ബീനയ്ക്ക് തടവിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മികച്ച ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മികച്ച ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ബ്ലസ്സിയാണ് അല്ലെ. ബ്ലസ്സിയാണ് മികച്ച ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച ഡയറക്ടറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബ്ലസ്സിയാണ്. ഇനി ഫിലിം ചോദിക്കുകയാണെങ്കിലോ, മികച്ച ഫിലിം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കാതൽ അല്ലെ. കാതൽ എന്ന് പറയുന്ന സിനിമയാണ്. കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച ഫിലിമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മികച്ച നമ്മൾ പറഞ്ഞു മികച്ച ഡയറക്ടർ എന്ന് പറയുന്ന ആരാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. അപ്പൊ നമുക്ക് നോക്കാം. കെ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഏത് സിനിമ ഡയറക്ടറാണ്? ഏതാണ്? കെ സുബ്രഹ്മണ്യം ഏതാണ്? പ്രഹ്ലാദ. ഇനി ടി ആർ സുന്ദരം ഏതാണ്? കണ്ടം വെച്ച കോട്ട്. ടി ആർ സുന്ദരത്തിന്റെ ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ് ടി ആർ സുന്ദരത്തിന്റെ ഏതാണ്? കണ്ടം വെച്ച കോട്ട. ഇനി എം ടി വാസുദേവൻ നായരുടെ ഏതാണ്? എം ടി വാസുദേവൻ നായരുടെ ഏതാണ്? നിർമാല്യം. നിർമാല്യം എന്ന് പറയുന്നത്. ഇനി രാമു കുര്യാട്ടിന്റെയാണ് ചെമ്മീൻ എന്ന് പറയുന്ന ആരുടെയാണ്? രാമു കുര്യാട്ടിന്റെയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പൊ കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ, ടി ആർ സുന്ദരം കണ്ടം വെച്ച കോട്ട, എം ടി വാസുദേവൻ നായർ നിർമാല്യം, രാമു കുര്യാട്ട് ആരാണ്? ചെമ്മീന്റെ ഡയറക്ടറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തത് താഴെ പറയുന്നവർ ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവർ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവർ ഏത് വൻകരയിൽ നിന്നുള്ള രാജ്യത്ത് നിന്നാണ്? ഏത് വൻകരയിൽ നിന്നുള്ള രാജ്യത്ത് നിന്നാണ് ഏറ്റെടുത്തത്? ഏഷ്യയിൽ നിന്നാണ് ഏഷ്യയിൽ നിന്നാണ് G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏഷ്യയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023. അതിനു മുമ്പ് G20യെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം അല്ലെ. ഏതൊക്കെ രാജ്യങ്ങളാണ് G20യിലുള്ളത്? ഏതൊക്കെ രാജ്യങ്ങളാണ്? അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, UK ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കേട്ടോ. ഇവയൊക്കെയാണ് G20യിലുള്ള രാജ്യങ്ങൾ. കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിന് ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. പഠിച്ചു വെക്കാം. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, സൗത്ത് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരൊക്കെയാണ് G20 എന്ന് പറയുന്നതിൽ ഉള്ള രാജ്യങ്ങൾ. 2024 G20 നടന്ന എവിടെയാണ്? 2024 G20 നടന്ന എവിടെയായിരുന്നു? ബ്രസീലായിരുന്നു അല്ലെ. ബ്രസീലാണ് 2024 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2025 ഇനി നടക്കാൻ പോകുന്നത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ്. ജോഹന്നാസ്ബർഗ് പഠിച്ചു വയ്ക്കുക. ജോഹന്നാസ്ബർഗിലാണ് 2025 G20 സമ്മേളനം നടക്കാൻ പോകുന്നത്. 2024 ബ്രസീലായിരുന്നു. 2025 ജോഹന്നാസ്ബർഗ് ആണ്. 2023 ഡൽഹി ആയിരുന്നു എന്നും പഠിച്ചു വെക്കുക. 2023 ഡൽഹി ആയിരുന്നു. 2024 ബ്രസീലാണ്. 2025 ജോഹന്നാസ്ബർഗ് ആണെന്ന് കൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രാജ്യങ്ങളാണ് 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്തത്? എത്ര രാജ്യങ്ങളായിരുന്നു? 10 രാജ്യങ്ങൾ അല്ലെ. 10 രാജ്യങ്ങളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗ്രന്ഥശാല പ്രവർത്തകനാണ് പി എൻ പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ, ആലപ്പുഴയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഏതാണ്? ഹോക്കി. ഹോക്കിയിലാണ് കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ഹോക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. അതും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പൊ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? സുരക്ഷാ സമിതിയാണ്. എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, G20 18ാമത്തെ ഉച്ചകോടിയാണ് 2023 നടന്നതെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്, നടന്നത്. G20 18ാമത്തെ ഉച്ചകോടിയാണ് 2023 G20 എന്ന് പറയുന്നത്. ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നതെന്ന് പറയുന്നുണ്ട്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ന്യൂഡൽഹിയിലാണ് 2023 G20 ഉച്ചകോടി നടന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അത് രണ്ടുമാണ് ശരി. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. അപ്പൊ G20 18ാമത്തെ ഉച്ചകോടി എന്ന് പറയുന്നത് 2023 നടന്നു. ന്യൂഡൽഹി ആയിരുന്നു ആ ഉച്ചകോടി. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ബോൾഗാട്ടിൽ ട്ടോ. ബോൾഗാട്ടിൽ വെച്ചാണ് ഇൻവെസ്റ്റ് കേരള 2025 ആഗോള ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണെന്ന് പറയുന്നുണ്ട്. റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ് ഏറ്റവും കൂടിയ റൺസ് നേടിയെന്ന് പറയുന്നത്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റുമായിട്ട് ചോദിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. റൺവേട്ടയിൽ 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തെറ്റായ പ്രസ്താവനകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. എയും ബിയും സിയും തെറ്റാണ്. എയും ബിയും സി ആണ് തെറ്റായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ്? 2024 ദേശീയ ചലച്ചിത്ര അവാർഡാണ് ചോദിച്ചിരിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ് എന്ന് പറയുന്നത്. ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ആർക്കാണ്? കന്നഡ താരമായ ഋഷഭ് ഷെട്ടിക്കായിരുന്നു. ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനാണ്? ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. സൗദി വെള്ളയ്ക്കയാണ് മികച്ച പ്രാദേശിക സിനിമ മലയാളമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. ഏതാണ്? സൗദി വെള്ളയ്ക്കയാണ്. ഇനി മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബോംബെ ജയശ്രീയാണ്. ബോംബെ ജയശ്രീയാണ് മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ബോംബെ ജയശ്രീയാണ്. അപ്പൊ ഇതൊക്കെയാണ്, ഇതിലെല്ലാം പറഞ്ഞത് ശരിയാണ്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം കന്നഡ താരമായ ഋഷഭ് ഷെട്ടിക്കായിരുന്നു. ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്കയാണ്. മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 2022 വിന്റർ ഒളിമ്പിക്സിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 2024 വിന്റർ ഒളിമ്പിക്സിലെ പ്രധാന വേദി എന്ന് പറയുന്നത് ഏതാണ്? ചൈനയിലെ ബീജിംഗ് നഗരമാണ്. ശരിയാണ്. 91 രാജ്യങ്ങളാണ് ഈ കായിക മേളയിൽ പങ്കെടുത്തത്. 91 രാജ്യങ്ങളാണ് ഈ കായിക മേളയിൽ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. 91 രാജ്യങ്ങളാണ്. ശരിയാണ്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. അതും ശരിയാണ്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ചൈനയ്ക്ക് 4ാം സ്ഥാനമാണ് നേടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചൈന 4ാം സ്ഥാനമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? ഒളിമ്പിക്സിന്റെ പ്രധാന വേദി 2022 വിന്റർ ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? നോർവേ ആണ്. അപ്പൊ 2022 വിന്റർ ഒളിമ്പിക്സ് നമ്മൾ പഠിച്ചു. ഇനി 2024 വിന്റർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? 2024 വിന്റർ ഒളിമ്പിക്സ് പാരീസിലായിരുന്നു കേട്ടോ. പാരീസ് ആയിരുന്നു. പാരീസ് ഫ്രാൻസിലാണ് 2024 വിന്റർ ഒളിമ്പിക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരീസ് ആണ്. 2024 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരീസ് ആണ് ഫ്രാൻസിലെ. നെക്സ്റ്റ് 2026 നടക്കാൻ പോകുന്നത് ചോദിക്കാം. ഇനി വരുന്ന എക്സാമുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇറ്റലിയിലാണ് 2026 നടക്കാൻ പോകുന്നത്. 2026 നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിലാൻ ആൻഡ് കോർട്ടിനയിലാണ് കേട്ടോ. മിലാൻ കോർട്ടിന, മിലാനിലും അതുപോലെ തന്നെ കോർട്ടിനയിലാണ്. മിലാൻ കോർട്ടിനയിലാണ് കേട്ടോ. മിലാൻ കോർട്ടിനയിലാണ് 2026 നടക്കാൻ പോകുന്നത്. 2026 നടക്കാൻ പോകുന്നത്. 2022 നമ്മൾ പഠിച്ചു ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 2024 പാരീസ് ആണ് ഫ്രാൻസ്. 2026 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലിയിലെ മിലാൻ കോർട്ടിനയിലാണ്. ഓക്കെ, പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാനിൽ നടന്ന എവിടെയാണ്? 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാമത്തെ ഉച്ചകോടിയാണ്. ഇനി കസാൻ സ്ഥിതി ചെയ്ത് ചൈനയിലാണെന്ന് പറയുന്നുണ്ട്. കസാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കമന്റ് ചെയ്യട്ടോ. അതുപോലെ ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് പറയുന്നുണ്ട്. രണ്ടും തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടേന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ 1, 4 ആണ് ഇവിടെ ശരി വരുന്നത്. അപ്പൊ കസാൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റഷ്യയിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റഷ്യയിലാണ്. നെക്സ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ്, ചൈന. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായ് ട്ടോ. ഷാങ്ഹായ് ചൈനയിലാണ്. ഷാങ്ഹായ് ചൈനയാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായ് ചൈനയാണ്. ഓക്കെ, ഇനി ബ്രിക്സ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്? ബ്രിക്സ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്? നോക്കി നോക്കിയേ. ബ്രസീല്, റഷ്യ. ബ്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്? നമ്മള് ബ്രിക്സ് അല്ലെ, ബ്രിക്സ് ഇങ്ങനെയല്ലേ ഇതാ. അപ്പം ഏതൊക്കെ ഉണ്ട്? ബ്രസീൽ ഉണ്ട്, റഷ്യ ഉണ്ട്, ഇന്ത്യ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. പിന്നെ ഏതാണ്? എസ് എന്ന് പറയുന്നത് ഏതാണ് വരാ? സൗത്ത് ആഫ്രിക്ക അല്ലെ. എസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക. പിന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും കൂടിയാണ് ഈ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇനി 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. 2025 ബ്രിക്സിന്റെ വേദി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? 2025 ബ്രിക്സിന്റെ വേദി എവിടെയാണ്? ബ്രസീലാണ് ട്ടോ. 2025 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ബ്രസീലാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീലാണ്. ഇനി ബ്രിക്സിന്റെ ലക്ഷ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം, സുരക്ഷ, വികസനം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ്. സമാധാനം, സുരക്ഷ, വികസനം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം, സുരക്ഷ, വികസനം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ ലഭിച്ചിട്ടുണ്ട് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് ലഭിച്ചിട്ടുണ്ട്. ഇനി വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന് ലഭിച്ചിട്ടുണ്ട്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് തെറ്റ് വരുന്നത്. D വിനയചന്ദ്രൻ ലഭിച്ചിട്ടില്ല. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ ലഭിച്ചിട്ടുണ്ട്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനും ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? S സോമനാഥ്, ഭുവനേശ്വരി. S സോമനാഥിന് ഭുവനേശ്വരിക്കാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2024 കേരള പ്രഭ പുരസ്കാരം S സോമനാഥും ഭുവനേശ്വരിക്ക് ലഭിച്ചോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സ് സമ്മേളനം എവിടെയാണ് നടന്നത്? റഷ്യയിലാണ് അല്ലെ. റഷ്യയിലാണ് പറഞ്ഞു. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ഏതാണ് ആദ്യത്തെ വനിതാ മാസിക? കേരളീയ സുഗുണ ബോധിനി. കേരളീയ സുഗുണ ബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണ ബോധിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതാനാണ്? അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. അബ്ദുൽ കലാം ആസാദിന്റെയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? എവിടെയാണ് നമ്മൾ പറഞ്ഞത്? എവിടെയാണ്? കസാൻ അല്ലെ. കസാൻ റഷ്യയിലാണ്. കസാൻ റഷ്യയിലാണ് 2024 ഒക്ടോബറിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠത്തിൽ നിന്ന് അല്ലെ. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയില് വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ആരാണ്? PR ശ്രീജേഷ് അല്ലെ. PR ശ്രീജേഷിനാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയില് വെങ്കലം മെഡൽ നേടിയ മലയാളി താരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2025 പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കാണ് VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആർക്കാണ്? NS മാധവനാണല്ലേ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് എന്ന് മുതലാണ് കൊടുത്തു തുടങ്ങിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്ക്. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. 2022 സേതുവിനാണ് ലഭിച്ചത്. 2022 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സേതുവിനാണ്. 2022 ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2022 സേതുവിനാണ്. 2023 SK വസന്തൻ ലഭിച്ചത്. 2023 SK വസന്തൻ. 2023 ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണ്. 2023 ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. SK വസന്തനാണ് 2023 ലഭിച്ചത്. SK വസന്തനാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ് 2024 ലഭിച്ചത്. അപ്പൊ 1993 മുതൽ കൊടുത്തു തുടങ്ങി. 1993 ശിവനാണ് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചു. 2022 സേതുവിന്, 2023 SK വസന്തന്, 2024 NS മാധവന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്നതാണ് ഈ കലാകായിക സാഹിത്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ഉണ്ട് അല്ലെ. നമുക്ക് PSC നടത്തിയ എല്ലാ പരീക്ഷകളിലും നടന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.